1989 നാം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു. നേരത്തെ ഇവിടെയൊക്കെ കേട്ടതുപോലെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, പഴയ തലമുറക്കൊക്കെ അറിയുന്നത് പോലെ 89 മുതൽ മില്ലേനിയം 2000 പൂർത്തിയാകുന്നത് വരെ ഇപ്പോൾ ഒരു മഴത്തുള്ളി വീണപ്പോൾ നാം എന്തിന് വിഷമിക്കണം? 10 വർഷം ഈ പ്രസ്ഥാനത്തെ നമ്മൾ നിലനിർത്തിയത് കണ്ണീരിൻ്റെ മഴയിലാണ്, കണ്ണീർ മഴയിലാണ്. ഒരു സ്ഥലത്തേക്ക് നാം പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ വീട്ടുകാർ, ഉമ്മയും വാപ്പയും കരഞ്ഞു, മോനെ നീ ആ പ്രസംഗത്തിന് പോണോ? അവിടെ പല പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടല്ലോ, നീ ആ പ്രസംഗത്തിന് പോണോ? നമ്മുടെ വീട്ടുകാരുടെ കണ്ണീരിൻ്റെ മഴയായിരുന്നു അന്ന്. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനെത്തുമ്പോൾ അവിടെ നമ്മുടെ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. ആ കൂടിയിരിക്കുന്ന ആളുകൾ അവരൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര്. കാരണം എപ്പോഴാണ് കല്ലേറ് വരുന്നത്, എപ്പോഴാണ് അടിപിടി നടക്കുന്നത്, എപ്പോഴാണ് ഈ സ്റ്റേജ് പൊളിച്ചു കൊണ്ടുപോകുന്നത്, അത് ഓർത്തുകൊണ്ട് കണ്ണീരിൻ്റെ മഴയത്താണ് ഈ പ്രസ്ഥാനത്തെ നാം വളർത്തിയെടുത്തിട്ടുള്ളത്. ഇത് നല്ല റഹ്മത്തിൻ്റെ മഴയാണ്. ഇത് കൊണ്ടിട്ടൊന്നും നമുക്ക് കണ്ടോ, ഈ ഇരിക്കുന്ന ഒരാളും ഈ മഴയെ എല്ലാവരും റഹ്മത്തിൻ്റെ മഴയായി സ്വീകരിക്കുകയാണ് ചെയ്തത്. കണ്ണീർ മഴയിലാണ് നാം ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിട്ടുള്ളത്. 89 മുതൽ 2000 വരെയുള്ള കാലത്ത് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും, കേരളത്തിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും അടി ഉറച്ച പ്രവർത്തകരാണ് നാം. എപ്പോഴാണ് അടി കിട്ടുക എന്നറിയില്ല. അങ്ങനെയാണ് അന്നുണ്ടായിരുന്നത്. കല്ലേറിങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ആയുസ് ബാക്കി വെച്ചത് കൊണ്ടാണ് ഈ സ്റ്റേജിലിരിക്കുന്ന പലരുടെയും നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ പല ഉരുളം കല്ലുകളും നമ്മുടെ നെറ്റിത്തടത്തിൻ്റെ അടുത്തെത്തിയിട്ട് അള്ളാഹു ഇതിലങ്ങ് തിരിച്ചുവിട്ടു. നമ്മുടെ ചെവിയുടെ അടുത്തെത്തിയിട്ട് അത് അള്ളാഹു തആല അപ്പുറത്തേക്കൂടെ അങ്ങോട്ട് മാറ്റിവിട്ടു. യാ റബ്ബ് വൈലത്തൂർ തങ്ങൾ പാപ്പ, അള്ളാഹുവെ ദർജ ഏറ്റി കൊടുക്കണം അല്ലാ. മലപ്പുറം ജില്ലയിൽ അന്ന് നമുക്ക് യുവ തുർക്കിയാണ്. നമുക്ക് അത്ര വലിയ ശക്തി തന്ന ആളാണ്. വളരെയധികം പ്രതിസന്ധിയുള്ള സ്ഥലത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ഉപ്പാപ്പയെ വന്ന് കാണും. അൽഫയുടെ ഒരു ബെയ്ത്ത് ചൊല്ലി തന്നിട്ട് പോയിക്കടാറ്. എല്ലാത്തിനും അൽഫൻ്റെ ഒരു ബെയ്ത്താ ചികിത്സ. ആ അൽഫൻ്റെ ബെയ്ത്തും ചൊല്ലി തന്ന് നീ പോയിക്കളാ, അതിലിതിലും പോയിക്കോളും, നിന്റെ മേൽക്ക് വരാഞ്ഞാൽ പോരെ, നീ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ പോയി പ്രസംഗിച്ചോ എന്ന് പറയും. അന്ന് എത്രയധികം പ്രതിസന്ധിയാണ് നമുക്ക്